നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്നു. തുരുത്തിശ്ശേരി വിനു വിക്രമനെയാണ് വെട്ടിക്കൊന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെ കുറുമശ്ശേരി ജംഗ്ഷന് സമീപമാണ് കൊലപാതകം നടന്നത്. ഗുണ്ടാ കുടിപ്പകയാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മാള പാറപ്പുറം ചക്കീത്ത് സിജോയുടെ ഭാര്യ 31 വയസ്സുള്ള നീതുവാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ശസ്ത്രക്രിയ നടത്തിയ ചാലക്കുടി പോട്ട പാലസ് ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. കൊടുങ്ങല്ലൂരിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കിടെ യുവതി മരിച്ചു. ചന്ദ്രാപ്പിനി സ്വദേശിനിയായ 28-കാരി കാർത്തികയാണ് ചികിത്സയ്ക്കിടെ മരിച്ചത്. പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സമരം തുടങ്ങുമെന്ന് കാർത്തികയുടെ ബന്ധുക്കൾ പറഞ്ഞു. തിരക്കേറിയ റോഡിനോട് ചേർന്ന് അനധികൃതമായി കരിങ്കല്ലടക്കമുള്ള വേസ്റ്റ് അടിച്ചിരിക്കുന്നത് അപകടക്കെണിയായി മാറുന്നു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ സെക്രഡ് ഹാർട്ട് കോളേജിന് എതിർവശത്താണ് റോഡരികിൽ വേസ്റ്റ് അടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഇവിടത്തെ കരിങ്കല്ലിൽ തട്ടി ഇരുചക്ര വാഹന യാത്രികന് അപകടം സംഭവിച്ചിരുന്നു. ദേശീയപാത തലോർ ബൈപ്പാസിൽ പശുവിന്റെ ജഡം തള്ളി. കൂറ്റൻ പശുവിന്റെ ജഡം അഴുകി തുടങ്ങിയതോടെ ദേശീയപാതയിലും സമീപ പ്രദേശങ്ങളിലും രൂക്ഷമായ ദുർഗന്ധം പരന്ന നിലയിലാണ്. പാലക്കാട്ടേക്ക് കന്നുകാലികളെ കയറ്റി വന്ന ലോറിക്കാർ ചത്ത പശുവിനെ ഉപേക്ഷിച്ചതാകാമെന്ന് കരുതുന്നു. കൊരട്ടി മധുര കോട്ട്സ് കോമ്പൗണ്ടിലും നാഷണൽ ഹൈവേയുടെ വശങ്ങളിലും വൻ തീപിടുത്തം. കൊരട്ടി പോലീസ് സ്റ്റേഷന് സമീപത്തായി റോഡരികിലെ മാലിന്യത്തിനാണ് ആദ്യം പിടിച്ചത്. പിന്നീട് പുല്ലിനും അടിക്കാടുകളിലേക്കും തീ പടർന്നു കയറുകയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചേരമാൻ ജുമാ മസ്ജിദിലെ പുതിയ ഭൂഗർഭ പള്ളി പ്രാർത്ഥനയ്ക്കായി തുറന്നു. ഈദ് ഉൽ ഫിത്തർ ആഘോഷത്തിന്റെ ഭാഗമായുള്ള പെരുന്നാൾ നിസ്കാരമാണ് പുതിയ പള്ളിയിൽ ആദ്യം നടന്നത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ പട്ടാരി സമുദായക്കാർ വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലിയർപ്പിച്ചു. ഗുരുതി സമർപ്പിച്ചതോടെ ഭരണി ആഘോഷ ചടങ്ങുകൾക്ക് അവസാനമായി. മതിലകത്ത് ലോട്ടറി വിൽപ്പനക്കാരിയെ കബളിപ്പിച്ച് ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തതായി പരാതി. കയ്പമംഗലം സ്വദേശി മാളിയേക്കൽ ശകുന്തളയെ കബളിപ്പിച്ചാണ് ബൈക്കിലെത്തിയാൽ ലോട്ടറി തട്ടിപ്പറിച്ച് കടന്നു കളഞ്ഞത്. ശകുന്തള മതിലകം പോലീസിൽ പരാതി നൽകി. 1 മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിൽ നിന്നും ത്യാഗത്തിന്റെയും ആത്മനിർവൃതിയുടെയും സന്ദേശം ഉൾക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. മാള ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് മഹൽ ഖത്തീബ് സുബൈർ ബന്നാനി നേതൃത്വം നൽകി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.